നമ്മുടെ ആലിൻകടവിന് നേര് വടക്ക് വശത്തായിട്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ വർഷവും, കഴിഞ്ഞ വർഷവും ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കിത് കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇത്ര മനോഹരമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നത് എന്താ പറയുക, ഇവിടുത്തെ രണ്ട് പെണ്ണുങ്ങളുടെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഓണത്തിന് ഇത് കവർ ചെയ്ത് ചിത്രശലഭത്തിലൊന്നും കാണാനില്ലെന്നുള്ളതാണ്. ഇവിടെ നിറച്ച് ചിത്രശലഭവും കാര്യമൊക്കെയാണ്. ഇത് കണ്ട എത്ര മനോഹരമായിട്ടിരിക്കുന്നു അല്ലേ. ഇത് ഇവർ 19-ാം തീയതിയാണ് ഇതിൻ്റെ വിളവെടുപ്പ്. ഇത് നമ്മുടെ ഓണത്തിന് അനുബന്ധിച്ച് ഓണം പ്രമാണിച്ച് ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതേണ്ടേ ഹായ് ഹായ് ഹായ്. വാവ്. ഇത് കണ്ടോ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞ ചിത്രശലഭം കാണാനില്ലെന്നുള്ളതാണ് ഇപ്പം അല്ലേ. അതിന് പൂവും പൂക്കളും ഒക്കെ എവിടെ ഇരിക്കുന്നു ചിത്രശലഭം വരാനായിട്ട് നിൽക്കാനായിട്ടും ഒക്കെ. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലിൻകടവിൽ നിന്ന് നേരെ വള്ളിക്കാവിലോട്ട് പോകുന്ന റോഡ്, ആ റോഡിൻ്റെ സൈഡിലായിട്ടാണിത്. റോഡ് സൈഡിൽ തന്നെ അത് കാണാൻ പറ്റും. പക്ഷെ അത് വാവ്, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നല്ലോ അങ്ങനെ ആളുകൾ അല്ലേ. ഇങ്ങനെ ആളുകളുണ്ടല്ലോ. എന്തുവാ പേരെന്തുവാ? എന്റെ പേര് ലീലാകുമാരി. നിങ്ങൾ ഇത് എത്ര പേരോട് ചെയ്തിരിക്കുന്ന സംരംഭം? രണ്ടുപേരായിട്ട്. രണ്ടുപേര്. എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഇതിപ്പോ 4ാമത്തെ വർഷം. 4ാമത്തെ വർഷം അല്ലേ. എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടെന്ന് മനസ്സിലായി. ലാഭത്തെക്കായി കൂടുതൽ നമുക്ക് ഒരു ഓണം വരുമ്പോഴത്തേക്ക് ആ പൂക്കളും ആയിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടൊരു ഫീലാണ്, സന്തോഷമാണ്. പിന്നെ ഇത് കഴിഞ്ഞ വർഷം എനിക്ക് പിന്നെ കർഷക ദിനത്തിൽ തന്നെ കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടി. ഞാനിത് കഴിഞ്ഞ വർഷം പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആളുടെ പേരെന്ത്? ഉഷാകുമാരി. പുള്ളിക്കാരി എവിടെ? പുള്ളിക്കാരി ഇപ്പൊ വരും. ഞങ്ങളിപ്പോ ജോലി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. മനസ്സിലായി. എത്രാം തീയതിയാണ് നിങ്ങൾ വിളവ് എടുക്കുന്നത്? ഞങ്ങള് 19-ാം തീയതി. 19-ാം തീയതി. ഇതെങ്ങനെയാ, എവിടെയാ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെ? ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ബിസിനസ് നടക്കും. ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കും. നമ്മളെങ്ങും കൊണ്ട് കൊടുക്കണ്ട കാര്യമില്ല. പിന്നെ ഓണം കഴിഞ്ഞുള്ള ഒരു വരുമ്പോഴേ ഉള്ളു ഈ പൂവിന് ഒരു ഡിമാൻഡ് പറയുന്നത്. അതുവരെ നമുക്ക് നല്ല സെയിൽ നടക്കും. മനസ്സിലായി. ഇത് നിങ്ങൾ എത്ര നാൾ കൊണ്ടാ ഇതിന്റെ പരിപാടി? നമുക്ക് 85 ദിവസമായി ഇതിന് ആ വിളവെടുപ്പ് പാകമാകുന്നത്. 85 ദിവസം. 85 ദിവസം അല്ലേ. ഞങ്ങള് ജൂൺ 5-ന് തൈയെല്ലാം വച്ച് തീർന്നു. തൈയെല്ലാം ഞങ്ങൾ ഓൺലൈനാ വരുത്തിയത്. ഓൺലൈൻ മേടിക്കുന്നതല്ലേ? ഓൺലൈൻ ഹൈബ്രിഡ് തൈകളാ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായി. ഇത് എവിടെന്നാ നിങ്ങൾ വരുത്തുന്ന? ഞങ്ങളിത് കൃഷിത്തോട്ടം ഗ്രൂപ്പ് എന്നും പറഞ്ഞ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അവര് നമുക്ക് ഇവിടെ പറഞ്ഞ് നമുക്ക് സ്ഥലത്ത് എത്തിച്ചു തരും. മനസ്സിലായി. ഞാൻ വന്നപ്പോ തന്നെ നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് തിരക്കി പറഞ്ഞ് നിങ്ങളുടെ വീട് അതാണ്. അങ്ങനെ വന്ന് നിങ്ങൾ വിളിച്ചപ്പോ തന്നെ നിങ്ങൾ വന്നല്ലോ, വളരെ നന്ദിയുണ്ടേ. അതുപോലെ നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി എന്താ പറയുന്ന, മനുഷ്യർക്ക് സത്യം പറഞ്ഞാൽ കാണാൻ കിട്ടാത്തൊരു കാഴ്ചയായത്. മനസ്സിലായി. നമ്മുടെ നാട്ടിലും പൂവും ചിത്രശലഭവും ഇതൊന്നും ഇല്ല. നമ്മുടെ എന്താ പറയുക, നമ്മൾ കണ്ടപ്പോ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, ഇത് എല്ലാ വർഷവും നിങ്ങൾ ചെയ്യാം. കുറച്ചുകൂടെ ഫുള്ളായിട്ട് ചെയ്യും നിങ്ങൾ? ഫുള്ളായിട്ട് ചെയ്യാൻ നമുക്ക് വെയിലിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ തണലുകളൊക്കെ അല്ലേ, അങ്ങോട്ടാകുമ്പോഴത്തേക്ക് ഇപ്പൊ വെയില് ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതൽ ബേസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. ഓക്കെ, താങ്ക് യു.